السلام عليكم ورحمة الله وبركاته. بسم الله الرحمن الرحيم. الحمد لله رب العالمين. اللهم صل على رسولك سيدنا محمد وعلى آل سيدنا محمد. പ്രിയമുള്ളവരെ, സിഹ്ർ ചെയ്യുമ്പോൾ ആ ചെയ്യുന്ന വ്യക്തി ഏതുകൊണ്ടാണോ സിഹ്ർ ചെയ്യുന്നത്, എവിടെയാണോ ഇത് സ്ഥാപിക്കുന്നത്, എന്തുകൊണ്ടാണോ സിഹ്ർ ചെയ്യുന്നത്, എവിടെയാണോ ഇത് സ്ഥാപിക്കുന്നത്, ആ സ്ഥലത്തിന്റെ അടുക്കിൻ അനുസരിച്ചായിരിക്കും ആ സിഹ്റിന് കഠിനം കൂടുന്നത്. സിഹ്ർ ചെയ്യുന്ന വ്യക്തി അള്ളാഹുവിനെ ഭയക്കാത്ത വ്യക്തിയായിരിക്കും, ഒരു ഇബാദത്ത് ചെയ്യാത്ത വ്യക്തിയായിരിക്കും, ഒരു നന്മയും ചെയ്യാത്തവനായിരിക്കും. ഇയാൾ ചെയ്യുമ്പോൾ ശക്തി കൂടും, സിഹ്ർ പെട്ടെന്ന് ഫലിക്കും. അതുപോലെ മനുഷ്യന്റെ രക്തം, കാക്കയുടെ രക്തം, നായയുടെ രക്തം, കറുത്ത പൂച്ചയുടെ രക്തം, അതുപോലെ സ്ത്രീകൾക്ക് അശുദ്ധി ഉണ്ടാകുമ്പോൾ ഉണ്ടാകുന്ന രക്തം, ഇവ കൊണ്ടെല്ലാം സിഹ്ർ ചെയ്യും. ഇത് കൊണ്ടുപോയി ചില ഖബറുകളിൽ സ്ഥാപിക്കും, ശ്മശാനങ്ങളിൽ, ചുഴലുകളിൽ സ്ഥാപിക്കും. ഇതെല്ലാം ശക്തമായ സിഹ്റുകളാണ്. ഇത് ബാത്തിലാക്കാൻ അവിടെ പോയി ബാത്തിലാക്കണം എന്നില്ല. സിഹ്ർ പ്രവർത്തന കൊണ്ട് ഉണ്ടായ ഖാദിമിനെ നശിപ്പിക്കാൻ ആട്ടി പുറത്താക്കുകയോ ചെയ്താൽ മതി. ഖാദിം എന്ന് പറഞ്ഞാൽ ഈ സിഹ്ർ ചെയ്ത പ്രവർത്തന കാരണത്താൽ ഉണ്ടാകുന്ന ശൈത്വാനാണ്. ഈ ശൈത്വാനിനെ ആട്ടിപ്പുറത്താക്കുകയോ നശിപ്പിക്കുകയോ ചെയ്താൽ സിഹ്ർ ബാത്തിലായി. അതോടുകൂടി എവിടെ സ്ഥാപിച്ച സാധനങ്ങൾ ഉണ്ടെങ്കിലും അത് പിന്നെ പ്രവർത്തിക്കുകയില്ല, അത് കാലിയായി പോകും. ഇനി ഏത് തരം സിഹ്ർ ബാത്തിലാക്കാൻ? ഈ കാണുന്ന കളം ഒരു ചെമ്പു തകടിൽ എഴുതിയാൽ മതി. കാണുന്ന ഇതേപോലെ 4 ഭാഗത്തേക്കും 7 കള്ളികളുള്ള കളമാണ് വരയ്ക്കേണ്ടത്. അതിൽ എഴുതേണ്ടത് ഈ സ്ക്രീനിൽ കൊടുക്കുകയാണ്. ഈ സ്ക്രീനിൽ കാണുന്ന അതേ ക്രമത്തിൽ എഴുതണം. ഇനി അതിന്റെ ചുറ്റുഭാഗത്ത് എഴുതണം. അതെല്ലാം കഴിഞ്ഞതിന് ശേഷം ഇനി അതില് ആ കളത്തില് ഡാഷ് 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 എന്ന് കൊടുത്തിട്ടുണ്ട്. അവിടെ ആ സ്ഥലത്ത് ആ രോഗിയുടെ പേരും അദ്ദേഹത്തിന്റെ ഉമ്മാന്റെ പേരും, രോഗി പെണ്ണാണെങ്കിൽ ഇബ്ന് എന്നിടത്ത് ബിന്ത് എന്ന് എഴുതുക. ഇനി ചെയ്യേണ്ടത്, ഈ തകട് കയ്യിൽ പിടിച്ചു സൂറത്ത് യാസീൻ ഓതുക. അതിന്റെ ഓരോ മുബീന് എത്തുമ്പോഴും ഈ സ്ക്രീനിൽ കാണിക്കുന്ന അതിനെ അവിടെ ഓതണം. ഈ സ്ക്രീനിൽ കാണിക്കുന്ന ഓരോന്നിനെയും അവിടെ ഓരോ മുബീൻ എത്തുമ്പോൾ ഇത് ഓതണം. ഇനി രോഗി തന്നെയാണ് ഇത് ചെയ്യുന്നതെങ്കിൽ തകട് കയ്യിൽ പിടിക്കുക. അഥവാ മറ്റൊരാൾ ഇത് ചെയ്തു കൊടുക്കുന്നതെങ്കിൽ അയാൾ ഈ തകട് രോഗിയുടെ തലയിൽ പിടിച്ചു കൊടുക്കുക. അതിനുശേഷം നല്ല ചൂടുള്ള കത്തുന്ന തീയിൽ കൂടിയിടുക. 7 ദിവസം ചെയ്യണം. 7 തകട് വേണ്ടിവരും. സിഹ്ർ എല്ലാം ബാത്തിലാകും, ജിന്നുകളും ശൈത്താനും ഓടിപ്പോകും ബിഇസ്നില്ലാഹ്. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാതുഹു. ആ മൊബീന്റെ അടുത്ത് ഓതേണ്ടത് സ്ക്രീനിൽ കാണിക്കും. ഇൻഷാ അല്ലാഹ് ദുആ ഉസിയത്തോടെ.